ഇടുക്കിയിലെ ഗ്രാമ്പിയിൽ ദൗത്യസംഘം മയക്കുവെടിവെച്ച കടുവ ചത്തു. വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ കടുവ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കു നേരെ ചാടി. ഇതോടെ ഉദ്യോഗസ്ഥർ തുടരെ നിറയൊഴിക്കുകയായിരുന്നു. ചികിത്സയ്ക്കായി തേക്കടിയിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് കടുവ ചത്തതായി സ്ഥിരീകരിച്ചത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കൂടുതൽ വിവരങ്ങൾ. ഇന്ന് 11:30 കൂടിയാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നത്. ഈ അരുണക്കലിലെ ഈ തേയിലത്തോട്ടത്തിന് സമീപത്ത് എത്തി ആദ്യഘട്ട മയക്കുവെടി വെച്ചു. ആദ്യം മയക്കുവെടി വെച്ചതോടുകൂടി കടുവ ആ കിടന്നിടത്ത് തന്നെ കിടക്കുകയാണ് ചെയ്തത്. അനങ്ങിയില്ല. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കടുവയുടെ അടുത്തേക്ക് ചെന്നത്. ഈ സമയത്ത് അടുത്തെത്തി അതിന് സമീപത്ത് ഒരു 10 മീറ്റർ അകലെ നിന്ന് രണ്ടാമത് മയക്കുവെടി വെച്ചതോടുകൂടിയാണ് കടുവ പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ചീറിയെടുത്ത സമയത്ത് ഈ ചാടി ഒരു ഉദ്യോഗസ്ഥനെ ഈ ദൗത്യത്തിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥനെ മേൽ ചാടി വീഴാനുള്ള ആ ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരെ നിറയൊഴിച്ചത്. പ്രാണരക്ഷാർത്ഥം നിറയൊഴിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. വലിയ ഒരു അപകടം അല്ലെങ്കിൽ ഒരു തലനാരിഴയ്ക്കാണ് ഒരു വലിയ ഒരു ആക്രമണത്തിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. പ്രധാനമായും ആ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ തന്നെ വ്യക്തമാണ് ഈ കടുവ ഈ ചാടി ഇവർക്ക് നേരെ വീഴുന്നതും ഈ ഒരാളുടെ തലയിലെ ഹെൽമെറ്റിൽ ഇത് അടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഉണ്ട്. ആ സമയത്താണ് ഈ മറ്റുദ്യോഗസ്ഥർ ഈ കടുവയ്ക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ കടുവ ചാവുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ DFO വ്യക്തമാക്കിയിട്ടുള്ളത്. മനു എന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ നേരെയാണ് ഈ കടുവ ചാടിയെടുത്തത്. ഇദ്ദേഹത്തെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുറമെ പരിക്കുകളൊന്നുമില്ല. പക്ഷേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഹെൽമെറ്റ് തകർന്നിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹം ഈ മനു മുമ്പിൽ പിടിച്ചിരുന്ന ഷീൽഡും പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിനകത്തുമ്പം ജീവന് ഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് കടുവയുടെ ആക്രമണം ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിൽ നിറയൊഴിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കോട്ടയം DFO ആയിട്ടുള്ള N രാജേഷ് പറഞ്ഞത്. എന്തായാലും ഇനിയിപ്പോൾ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത് ഈ കടുവയുടെ പിൻകാലിലെ പരിക്ക് അത് കുടുക്ക് വെച്ച് ഉണ്ടായ ഒരു പരിക്കാണ് എന്നുള്ളതും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കാലിൽ ഒരു ഇരുമ്പ് കമ്പി ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുടുക്ക് വെച്ച് ഉണ്ടായ ഒരു പരിക്കാണ്. ആ പരിക്ക് മുഖാന്തരമാണ് ഈ കടുവയ്ക്ക് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അധികം താമസിക്കാതെ തന്നെ ആരംഭിക്കുമെന്നും വനംവകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രാമ്പി അതുപോലെ തന്നെ അരണക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിവായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി എടുത്തു പറഞ്ഞാൽ ഈ ഗ്രാമ്പി മേഖലയിൽ കഴിഞ്ഞ 20 ദിവസമായി വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ആ ആശങ്കയ്ക്കും അതുപോലെ തന്നെ അരണക്കൽ മേഖലയിൽ ഉടലെടുത്ത ആ ഒരു വലിയ ആശങ്കയ്ക്കും നിലവിൽ ഇപ്പോൾ വിരാമമായിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാണരക്ഷാർത്ഥം കടുവയെ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശരി സുബേൻ, ഇടുക്കിയിലെ ഗ്രാമ്പിയിൽ ദൗത്യസംഘം മയക്കുവെടിവെച്ച കടുവ ചത്തു. വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ കടുവ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയതോടെ ഉദ്യോഗസ്ഥർ തുടരെ നിറയൊഴിക്കുകയായിരുന്നു. ചികിത്സയ്ക്കായി തേക്കടിയിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് കടുവ ചത്തതായി സ്ഥിരീകരിച്ചത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.